ഡേയ് തുപ്പല്ലേന്ന്, നിന്നോടല്ലേ പറഞ്ഞ തുപ്പല്ലെന്ന്. ദൈവം എന്തൊരു വിധിയാണിത്. കലോത്സവത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ മിമിക്രി നടക്കുന്ന വേദിയിലേക്കൊന്നും എന്നെ പറഞ്ഞേക്കരുതെന്ന്. ഇതാകെ നനഞ്ഞ് നാശമായി. പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ കുട്ടികളല്ലേ, അവരെയും കുറ്റം പറയാൻ കഴിയില്ലല്ലോ. വളരെ കഷ്ടപ്പെട്ട് ഓരോന്ന് പഠിച്ച് വേദിയിലെത്തുമ്പോൾ എങ്ങനെയെങ്കിലും ശബ്ദം നേരെയാക്കാനല്ലേ അവർ നോക്കൂ. എന്നാലും നല്ല സങ്കടമുണ്ട് കേട്ടോ. ഞാൻ കരുതി ഇക്കുറിയെങ്കിലും പുതിയ ഐറ്റങ്ങളുമായി കുട്ടിത്താരങ്ങൾ എത്തുമെന്ന്. ഇത് വെറുതെ കഴിഞ്ഞ 63 വർഷമായി കേൾക്കുന്ന അതേ ഐറ്റങ്ങൾ തന്നെ മാറിയും മറിച്ചു. ഈ ട്രെയിനും ഹെലികോപ്റ്റർ ഒന്നും ഇല്ലെങ്കിൽ മിമിക്രി നടക്കൂലേ? എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിച്ചതാ. ഇത് കണ്ട് മടുത്തടേ. എന്നാണ് ഇനി ഇതിനൊരു മാറ്റം? എന്തായാലും ചിലരോട് തീർത്താൽ തീരാതെ നന്ദിയുണ്ട് കേട്ടോ. DJ ആണെങ്കിലും പുതിയ മാറ്റങ്ങളുമായി നിങ്ങൾ എത്തിയല്ലോ, അതാണ് ഒരു ആശ്വാസം. സങ്കടം കൊണ്ട് പറഞ്ഞത് കേട്ടോ കൂട്ടുകാരെ. ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളുടെ ശബ്ദം ഞാൻ നല്ല ഉച്ചത്തിൽ തന്നെ പുറത്തെത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതോർത്ത് ആരും വിഷമിക്കേണ്ട. നമ്മുടെ തൃശ്ശൂർ എങ്ങനെ പൊളിയല്ലേ? ഞാൻ വിഷമിച്ചു എന്ന് കരുതി നിങ്ങൾ ആരും വിഷമിക്കേണ്ട കേട്ടോ. അപ്പോൾ ശരി കടികളെ, അടുത്ത തവണ കാണാം. മിമിക്രി വേദിയിൽ നിന്നും എന്നെ പകർത്തിയ മനോജ് പേരമ്പറയ്ക്കും ശബ്ദം നൽകിയ അജയ്നാഥിനുമൊപ്പം അമൃത ന്യൂസിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം മൈക്ക്.